എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയ തമ്പുരു മീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു. പ്രത്യേകിച്ച് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിന്റെ എപ്പോഴും കാണും. പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ കാറുകളും ചൂണ്ടിക്കാണിച്ചു തരാനും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് നമ്മളോട് തുറവിയോടുകൂടി ഓപ്പണായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് തോമസ്. ഞാൻ വന്നപ്പോൾ തന്നെ അച്ഛനോടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പ് ഒത്തിരി അസിസ്റ്റന്റ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ചും കൂടിയൊക്കെ കൂടുതലായിട്ട് നമ്മളിത് പറഞ്ഞാലും അതിനെക്കുറിച്ച് അറിയാം. സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്ന് നമ്മളോട് ചോദിക്കാൻ, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ, കൂട്ടായി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് പ്രശ്നമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അതുപോലെ തന്നെ എന്ത് ചോദിച്ചാലും ഇപ്പോൾ സഹായിക്കാം. ആ ഒരു മനസ്സും പക്ഷേ ഇത് പോകുന്ന സ്ഥലത്ത് എൻ്റെ രംഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രൊഫഷണൽ പറഞ്ഞാലും അതോടൊപ്പം തന്നെ പ്രൊഫഷൻ്റെ ആബ്സൻസിൽ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് വൈസ് പ്രൊഫഷനാണ്. അതുപോലെ കോൺഗ്രേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കണം. അപ്പോൾ വാദങ്ങൾ കൂടുതലാണ്. എന്നാലും ഒരു ഇടവകയുടെ കാര്യങ്ങൾ ചിന്തിച്ചു. അതിനിടയ്ക്ക് അതിന് ഒത്തിരിയധികം കൗൺസിലറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് കഴിഞ്ഞത് വൈസ് പ്രൊഫഷനായി. പിന്നെ അടുത്ത പ്രാവശ്യം അപ്പോൾ നമുക്ക് ആശംസിക്കാം. പ്രൊഫഷനായിട്ട് നമുക്ക് കേൾക്കാം. അതിനുള്ള എല്ലാവരും ആശംസകളും നേരുന്നു. പോകുന്നിടത്ത് എല്ലാവരുടെ ആശംസകളും ഇപ്പോഴത്തെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളും ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മുടെ കഠിനമായ പ്രയത്നം വളരെ അത്യാവശ്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നവരെ. കാരണം നമ്മൾ BEdോ അല്ലെങ്കിൽ TTC പഠിച്ചിറങ്ങുന്ന അത് ആ സമയത്ത് അതൊരു ക്വാളിഫയിങ് ലെവൽ മാത്രം. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ഇഫക്റ്റീവ് ആകുന്നത് ഓരോ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഒന്നാമതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ സ്കീംസാണ്. ഗവൺമെൻറ് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. രണ്ടാമത്തേത് പറയുന്നത് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും സ്റ്റുഡൻസിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. IQ ആയാലും ക്യാരക്ടർ ആയാലും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ മേഖലയിൽ നമ്മൾ ഷൈൻ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് കിട്ടിയ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ ആ ക്വാളിഫയിങ് എക്സാം, ആ ക്വാളിഫയിങ് കാലഘട്ടം പഠിച്ചിറങ്ങി എന്ന് പറയുന്നത് നമുക്ക് ഇഫക്റ്റീവ് ആകാൻ പറ്റും. അപ്പോൾ ഈ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ പൂർണ്ണമായും അത് വിനിയോഗിക്കണം എന്നോർക്കുക. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് പറയാനുള്ളത് പ്ലീസ് അപ്ഡേറ്റ് യുവർ സെൽഫ്. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെപ്പോഴും ഒരു മേലധികാരം, മാനേജ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അക്കാഡമിക് കാര്യങ്ങൾ, നമ്മുടെ ഹെഡ്മിസ്ട്രസ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ബാധ്യത. സ്കൂളാകുമ്പോൾ ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടും. അത് നമ്മുടെ വീട്ടിലായാലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമുക്കറിയാം നമ്മൾ പറയുന്നത് അവരുടെ നോക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സലൻസ് ആണ് അവിടെ നോക്കുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുഖമുദ്ര എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്റേണൽ എന്ത് തന്നെ നമുക്ക് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ സ്കൂളിൻ്റെ എക്സലൻസ്. അപ്പോൾ ആ എക്സലൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നിങ്ങളൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമായിട്ട് സ്വീകരിക്കാൻ
നമ്മൾ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ എക്സ്പെക്റ്റേഷൻസിന് അനുസരിച്ച് വളരാൻ ബാധ്യസ്ഥ. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും സ്കൂളിനും ഹെഡ്മിസ്ട്രസിനും മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിനും ഒത്തിരിയേറെ നന്ദി. താങ്ക് യു.